പിറവത്ത് നിന്ന് കാണാതായ +2 വിദ്യാർത്ഥിയെ ദിവസങ്ങളായിട്ടും കണ്ടെത്താനായിട്ടില്ല. പാമ്പാക്കുട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി അർജുൻ രഘുവനെയാണ് തിങ്കളാഴ്ച മുതൽ കാണാതായത്. കുട്ടി പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിലെ CCTV കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. വിദ്യാർത്ഥി കേരളം വിട്ടിരിക്കാമെന്ന സംശയത്തിൽ അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കാനും നീക്കമുണ്ട്. നവമി ദിനേശ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. നവമി, ഇതുവരെ വല്ലാത്ത ദുരൂഹതയുണ്ട്. അന്വേഷണം ഒരുപാട് നടന്നിട്ടുണ്ട്. മാതാപിതാക്കൾക്കും ഒരറിവും ലഭിക്കുന്നില്ല. ബന്ധുക്കളെയൊക്കെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എന്തെങ്കിലും ഒരു നിഗമനത്തിലേക്ക്, എന്തെങ്കിലും ഒരു സൂചനയിലേക്ക് എത്താൻ പോലീസിന് പറ്റാത്ത സാഹചര്യമാണോ? രഞ്ജിത്ത്, 7 ദിവസമാകുന്നു കുട്ടിയെ കാണാതായിട്ട്. തിങ്കളാഴ്ചയാണ് സ്കൂൾ തുറന്നപ്പോൾ സ്കൂളിലേക്ക് എന്ന പേരിൽ പോയത്. +2 വിദ്യാർത്ഥിയാണ്, ഇപ്പോൾ +2-ന് പഠിക്കുകയാണ്. ആദ്യ ദിവസം തന്നെയാണ് സ്കൂളിലേക്ക് പോയി. പക്ഷേ പിന്നീട് കുട്ടി തിരിച്ച് വീട്ടിലേക്ക് വന്നില്ല. വീട്ടുകാർ സ്കൂളിൽ അന്വേഷിച്ചപ്പോൾ കുട്ടി ഇന്ന് ക്ലാസ്സിൽ എത്തിയിട്ടില്ല എന്നുള്ളൊരു വിവരം കൂടി ലഭിച്ചു. പിന്നീട് ആ ആശങ്കയിൽ തന്നെ പിറവം പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് രാത്രി ഉടനീളം പരിശോധന നടത്തി. എവിടെയും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് CCTV ദൃശ്യങ്ങൾ, കുട്ടി ഒരു ബസ്സിൽ കയറി പിറവത്തിന് ഒരു 5 കിലോമീറ്റർ അകലെ ഇറങ്ങി എന്ന കണ്ടക്ടറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആ ഭാഗത്തുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ സ്കൂൾ യൂണിഫോം മാറ്റി മറ്റൊരു ടീഷർട്ട് ഇട്ട് കുട്ടി പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അന്വേഷണം അത് ആ രീതിയിൽ പുരോഗമിക്കുകയാണ്. കുട്ടിക്ക് മറ്റ് സഹായങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഇത്രയും ദിവസം എങ്ങനെ മാറി നിൽക്കാൻ കഴിയുമെന്ന ആശങ്കയാണ് പോലീസും ഒപ്പം തന്നെ കുടുംബവും ഉയർത്തുന്നത്. അങ്ങനെയെങ്കിൽ കുട്ടിക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ, മറ്റേതെങ്കിലും സുഹൃത്തുക്കൾക്കൊപ്പമാണോ പോയത്, അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങളാണ് ബാക്കിയാകുന്നത്. കുട്ടിയുടെ അമ്മയുടെ ഫോണാണ് സാധാരണയായി പഠന ആവശ്യങ്ങൾക്കും സഹപാഠികളെ വിളിക്കുന്നതിനുമൊക്കെ ഉപയോഗിക്കുന്നത്. സ്വന്തമായിട്ടുള്ള ഫോണില്ല. അപ്പോൾ അർജുന്റെ അമ്മയുടെ ഫോൺ പോലും പോലീസ് പരിശോധിച്ചു. പക്ഷെ അതിൽ നിന്നൊന്നും കൃത്യമായിട്ടൊരു വിവരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് അറിയിക്കുന്നത്. മറ്റു വഴികളും തേടുന്നുണ്ട്. കുട്ടിക്കിന് രഹസ്യമായി ഫോൺ ഉണ്ടായിരുന്നോ, അതും ഉപയോഗിച്ചായിരുന്നോ മറ്റ് പുറം ലോകത്ത് ആരെങ്കിലും ബന്ധപ്പെടുന്നത്, അങ്ങനെയൊക്കെ രീതിയിൽ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നു. പക്ഷെ കുട്ടി ഇപ്പോഴും എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മറ്റ് സൂചനകളൊന്നുമില്ല. സഹപാഠികളെ ചോദ്യം ചെയ്തു, അധ്യാപകരുടെ മൊഴിയെടുത്തു. ഇവർക്കൊന്നും തന്നെ ഈ അർജുനെ കുറിച്ചുള്ള വിവരം ഉണ്ടായിട്ടില്ല. പഠിക്കാൻ മിടുക്കനാണ്. 10ാം ക്ലാസ്സിൽ ഫുൾ A+ ലഭിച്ച കുട്ടിയാണ്. +1-ൽ തന്റെ റിസൾട്ട് വരുന്ന ദിവസം മാർക്ക് കുറയുമോ എന്നൊരാശങ്കയാകുമോ കുട്ടി ഈ വീട് വിട്ട് പോകാൻ കാരണമെന്നായിരുന്നു തുടക്കത്തിൽ പോലീസ് പറഞ്ഞത്. എങ്കിൽ പോലും ഇത്രയും ദിവസത്തേക്കൊക്കെ മാറി നിൽക്കേണ്ടത് ആവശ്യകത എന്താണ് എന്നതാണ് ഇവിടെ പ്രധാനമായ ചോദ്യം. കുട്ടിയുടെ മാതാപിതാക്കളെ വിശദമായി മൊഴിയെടുത്തിരുന്നു. അവരും പറയുന്നത് വീട്ടിൽ അങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞ് വലിയ സമ്മർദ്ദമൊന്നും തന്നെ കൊടുത്തിരുന്നില്ല. പിന്നീട് എന്താണ് സംഭവിച്ചതെന്നും അവർക്കും അറിയില്ല. വീട്ടുകാർ വലിയ ആശങ്കയിലാണ്, വിഷമത്തിലാണ്, കരച്ചിലാണ്. കുട്ടിയെ കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. ആകെ 10 രൂപയുണ്ടായിരുന്നു എന്നാണ് കണ്ടക്ടർ പറഞ്ഞത്. ആ 10 രൂപ കൊടുത്ത് 10 രൂപയ്ക്ക് എവിടം വരെ പോകാൻ കഴിയുമോ അവിടേക്ക് ഇറക്കി വിട്ടാൽ മതി എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണ് ഈ പിറവത്തിന് 5 കിലോമീറ്റർ അകലെ ഇറക്കി വിട്ടത്. പക്ഷേ കുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങളില്ല. ഈ നമ്പറിൽ കുട്ടിയെ കണ്ടുകിട്ടുന്നവർ ബന്ധപ്പെടുന്നതിന് വേണ്ടി കുടുംബവും പോലീസും ഒക്കെ നൽകിയ നമ്പറിൽ പല ഫോൺ കോളുകളും വരുന്നുണ്ട്. കുട്ടിയെ കണ്ടു എന്ന്, ഏറ്റവും ഒടുവിലായി ഹൈക്കോടതി ഭാഗത്ത് കണ്ടു എന്നൊക്കെ പറഞ്ഞു പോലീസ് അവിടെ എത്തി അന്വേഷിച്ചപ്പോൾ അതൊരു വ്യാജ ഫോൺ കോൾ ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മറ്റ് സൂചനകളൊന്നും തന്നെ കുട്ടിയെക്കുറിച്ച് ഇതുവരേക്കും ലഭിച്ചിട്ടില്ല. കുടുംബം വലിയ ആശങ്കയിൽ തന്നെയാണ്. രഞ്ജിത്ത്, ഈ ഒരു സാധ്യത എന്ന് പറയുന്നത്, ഈ കുട്ടി ഇത്രയും ദിവസം പണം കയ്യിലില്ല, മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല, മാറി നിൽക്കാനുള്ള സാഹചര്യം, കുട്ടി നേരത്തെ അങ്ങനെ മാറി നിന്നിട്ടുള്ള കുട്ടിയാണെന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെ എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ആരുടെയെങ്കിലും സഹായമോ അങ്ങനെ എന്തെങ്കിലും ലഭിച്ചായുള്ള പശ്ചാത്തലമുണ്ടോ? അത്തരം എന്തെങ്കിലും സൂചനകൾ പോലീസിനുണ്ടോ? മറ്റെന്തൊക്കെ സാധ്യതകളിലേക്കാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്? നവമി, രഞ്ജിത്ത്, പോലീസ് സംശയിക്കുന്നത് കുട്ടിക്ക് മറ്റാരുടെയോ സഹായം കിട്ടിയെന്നാണ്. കാരണം കയ്യിൽ കാശില്ലാതെ, ഫോണില്ലാതെ എങ്ങനെയാണ് കുട്ടിക്ക് +2-ൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഇത്രയും നാളും വീട് വിട്ട് നിൽക്കാൻ കഴിയുമെന്നതാണ് പോലീസ് സംശയിക്കുന്നത്. അതിനർത്ഥം കുട്ടി ഇങ്ങനെ സ്കൂളിൽ എന്ന് പറഞ്ഞ് കയ്യിൽ മറ്റൊരു ബാഗിൽ മറ്റൊരു ഡ്രസ്സും കരുതി ഒരിടത്ത് പോയി ഡ്രസ്സ് മാറി പോകണമെങ്കിൽ കുട്ടിക്ക് ചിലപ്പോൾ മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ, അവരുടെ അടുത്തേക്കാണോ കുട്ടി പോയത് എന്ന സംശയത്തിലേക്ക് പോലീസ് എത്തി നിൽക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും സ്ഥിരീകരിക്കാറായിട്ടില്ല. അതിനുവേണ്ട തെളിവുകൾ പോലും പോലീസിന് കിട്ടിയിട്ടില്ല. ആ രീതിയിലൊക്കെ പോലീസിന്റെ സംശയം
മുന്നോട്ട് പോകുന്നുണ്ട്. അടുത്ത ബന്ധുക്കളുടെ വീട്ടിലേക്കൊക്കെ ഉണ്ടാകുമോ എന്നുള്ള രീതിയിൽ അങ്ങനെ തിരച്ചിൽ ബന്ധുക്കളെ വിളിച്ചു ചോദിക്കുന്നു. ഇവർക്ക് ആർക്കും തന്നെ അർജുനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നുമില്ല, സഹപാഠികൾക്കില്ല. അർജുൻ അങ്ങനെ ഒരു അടുത്ത സുഹൃത്തുക്കളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ആശങ്കകൾ പങ്കുവയ്ക്കുന്നതിനോ ഒന്നും തന്നെ അത്രയും അടുത്തുള്ള സുഹൃത്തുക്കളില്ല. മാതാപിതാക്കളോട് പോലും അങ്ങനെ ഒരു കാര്യങ്ങളും പ്രത്യേകിച്ചുള്ള കാര്യങ്ങളൊന്നും പങ്കുവയ്ക്കാത്തൊരു വ്യക്തി കൂടിയായിരുന്നു അർജുൻ. മൊത്തത്തിൽ പോലീസ് പറയുന്നത് ആകെ ഒരു ദുരൂഹതയുണ്ട്. ഇത് എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് 7 ദിവസമാകുന്നു. തിങ്കളാഴ്ച രാവിലെയാണ് അർജുനെ കാണാതായത്. പക്ഷേ എന്താണ് അർജുന് സംഭവിച്ചത്? കൊച്ചി നഗരത്തിലുണ്ടോ അതോ ഈ കേരളം വിട്ട് അർജുൻ പുറത്തു പോയോ? അങ്ങനെ പോയെങ്കിൽ അർജുൻ്റെ കയ്യിൽ പൈസ എവിടെയാണ്? അർജുൻ ആരെങ്കിലും പൈസ നൽകി സഹായിച്ചിട്ടുണ്ടോ? അങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പിറവം പോലീസ് അർജുൻ്റെ പുറകിൽ തന്നെയാണ്. അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണമൊക്കെ വ്യാപകമായിട്ടുള്ളൊരു തിരച്ചിൽ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയാണോ ഇപ്പോൾ? അത്തരത്തിലുള്ള സാധ്യത കൂടുതൽ പശ്ചാത്തലമുണ്ടോ നവമി? ഈ +1 മാർക്ക് കുറയുമ്പോൾ പഠിക്കാൻ മിടുക്കനായ വിദ്യാർത്ഥിയാണ്, ഫുൾ A+ വാങ്ങിയ വിദ്യാർത്ഥിയാണ്. സ്വാഭാവികമായും ആ കുട്ടിക്ക് +1 എന്തെങ്കിലും മാർക്ക് കുറയുമോ, എന്തെങ്കിലും സംശയങ്ങൾ വീട്ടിൽ പ്രകടിപ്പിച്ചിരുന്നോ? അത്തരം ചില ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് വീട്ടുകാർ പറയുന്നുണ്ടോ? വീട്ടുകാർ പറയുന്നത് മറ്റ് ആശങ്കകളൊന്നും അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും പങ്കുവെക്കുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല അർജുൻ എന്നാണ്. അവൻ പഠിക്കുമായിരുന്നു, അടുത്ത സുഹൃത്തുക്കളില്ല. എന്തെങ്കിലും ആവശ്യം സഹപാഠികളെ വിളിക്കുന്നതിന് വേണ്ടി അമ്മയുടെ ഫോണാണ് ഉപയോഗിക്കുന്നത്. സോഷ്യൽ മീഡിയ ഇല്ല. അങ്ങനെ തരത്തിലുള്ള ഒന്നുമില്ലാതെ, മോശം കൂട്ടുകെട്ടുകളൊന്നും ഇല്ലാതെ വളർന്ന ഒരു കുട്ടിയാണ്. പക്ഷെ എന്താണ് പെട്ടെന്ന് സംഭവിച്ചതെന്ന് അവർക്കും കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് ഇനി ഈ കേരളം വിട്ടു പോയിട്ടുണ്ടോ കുഞ്ഞ് എന്നുള്ളൊരു സംശയത്തിൽ ആ രീതിയിലുള്ള തെരച്ചിലൊക്കെ വ്യാപകമാക്കിയിട്ടുണ്ട്. പക്ഷേ ആകെ അവസാനമായി പോലീസിന് കിട്ടിയ ഒരു CCTV ദൃശ്യം ആ സ്കൂൾ യൂണിഫോം മാറ്റി മറ്റൊരു വസ്ത്രം ധരിക്കുന്നതാണ്. ഒരു ടീഷർട്ട് ധരിക്കുന്നത്, അതിൻ്റെ പുറകിൽ ഒരു ഇലയുടെ ഒക്കെ ഒരു പടമുള്ള ഒരു ടീഷർട്ടാണ് കുഞ്ഞ് അവസാനമായി ധരിച്ചതെന്ന് മാത്രമാണ് CCTVയിൽ നിന്ന് പോലീസിന് കിട്ടിയിട്ടുള്ള വിവരം. മറ്റ് വിവരങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല. കുട്ടിക്ക് വേറെ ഫോൺ ഉണ്ടായിരുന്നോ എന്നതിലൊക്കെ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പോലീസ് പറയുന്നത് അർജുനെ കണ്ടെത്താൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ്. പക്ഷേ കുടുംബത്തെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. കുട്ടിയുടെ അമ്മയുടെ ഫോൺ അടക്കം പോലീസ് പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും അർജുൻ രഘുവിനെ കാണാതായ തിങ്കളാഴ്ചയാണ്. ഇപ്പോഴും അന്വേഷണം പോലീസിൻ്റെ പുരോഗമിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്.